എന്റെ അഭി വന്നോണ്ടല്ലോ നിന്നെ കൊന്നാളെ നോക്കിക്കോ. അവൻ വരട്ടെ, അവനെ തന്നെയാണ് ഞാൻ കുറേ ദിവസമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത് അഭി. പോലീസായിരിക്കും അഭി, എന്നെ കൊണ്ടുപോകുന്നതായിരിക്കും അഭി. എനിക്ക് പേടിയാവുന്നു. നീ എന്താ പോലീസിനെ വിളിച്ച? അല്ല, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പോലീസ് വരുമല്ലോ അഭി. എനിക്ക് പേടിയാവുന്നു. ഇനിയുള്ള ലൈഫൊക്കെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ? എടി നീ ചുമ്മാ പാനിക് ആവല്ലേ. ഞാൻ അഭിയോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി. കുഴപ്പമില്ല, പോട്ടെ. നീ ഇത് നൈസിന് ആരാ നോക്കി? പോലീസൊന്നുമല്ല, പിന്നെ ഇത് മുണ്ടെടുത്ത ആരമാണ്. കയ്യിലാണെങ്കിൽ ഒരു ചാക്കകയുണ്ട്. ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവളുടെ അച്ഛനായിരിക്കും. അച്ഛനോ? അയ്യോ, അച്ഛൻ എന്നെ കൊല്ലും. എന്തെങ്കിലും ചെയ്യണോ? എനിക്ക് പേടിയാവുന്നു. ഒന്നെടുത്ത് മാറ്റാ. എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് കൂളാവ്. നമ്മൾ അച്ഛൻ്റെ മുന്നിൽ യാതൊരു വിധത്തിൽ ഇവിടെ ഒന്നും സംഭവിച്ചായിട്ട് കാണിക്കരുത്, മനസ്സിലായ? നീ ചിരിച്ചേ, പറയുന്നത് കേൾക്ക. നീ ഒന്ന് ചിരിക്കുക. ഇങ്ങനെ മതി കേട്ടാ. ഓക്കെ ഓക്കെ. എൻ്റെ പൊന്നെ, നീ ഒന്ന് കരയല്ലേ പ്ലീസ്. ഒന്നുമില്ല. ഓക്കെ. എവിടെ ആയിരുന്നു? എത്ര നേരം ഒരു ഞാൻ അവിടെ നിൽക്കണമെന്നറിയാമോ? ഉറക്കമായിരുന്നു. അല്ല, ഞാൻ ബാത്റൂമിലായിരുന്നു. ആണ്. മോളെവിടെ ആയിരുന്നു? ബാത്റൂമില്. രണ്ടുപേരും ബാത്റൂമിലാണ്. അല്ല, ഇവിടെ ഒരുപാട് ബാത്റൂം ഉണ്ടല്ലോ. അപ്പം അത് ശരിയാണ്. ഒരു ബാത്റൂം ആയിരുന്നെങ്കിലേ ആരെങ്കിലും വന്ന് കഥവെങ്കിലും തുറന്നു തന്നെ. ഇപ്പം എല്ലാവരും ബിസി ആയില്ലേ? അച്ഛാ. ഓ, എന്ത് മക്കളെ, എന്താണ് വല്ലായ്മ പോലെ? എന്ത് കണ്ണൊക്കെ ഇറങ്ങിയിരിക്കണേ? അല്ലച്ച, അവക്ക് രാവിലെ തൊട്ടൊരു സുഖമില്ലായ്മ, അത് അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നുമോനെ, സുഖമില്ല എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ലേ? അതങ്ങനെ കുഴപ്പമില്ലാതാവും. ഡീ, എന്ത് കണ്ണൊക്കെ കലങ്ങിയിരിക്കണേ? എന്താണെന്ന് വെച്ചാൽ വാ തുറന്ന് പറ. എന്തോന്ന്? ഇവളെ ബാത്റൂമിൽ പോയപ്പോൾ ഒരു പാറ്റയെ കണ്ട് പേടിച്ച്. പാറ്റയെ കണ്ട് പേടിച്ചാ? എവക്കാ? നന്നായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴേ ഒരു മഞ്ഞച്ചാരെ തലക്കടിച്ച് കൊന്നവളാണ് അവള്. ആ ഇവക്ക് പാറ്റയെ കണ്ട പേടിയാ. തലക്കടി സ്ഥിരമുള്ളൂ. ആണ് മക്കളെ, ഇവക്കങ്ങനെ ഒരു ജീവൻ പേടിയില്ല. പണ്ടങ്ങാണ്ട് കൊച്ചില്ല 3-4 വയസ്സ് വരും നമ്മളെ വിളയിലൊക്കെ മരിച്ചു ഞാൻ പറഞ്ഞ പെരിച്ചാഴിയില്ലേ, അതിൻ്റെ വാലേ തൂക്കി ഒറ്റയായി, അത് അപ്പം തന്നെ ക്ലോസ്. അങ്ങനെ ഉള്ളവള് പാറ്റയെ കണ്ട പേടിയെന്നാ. അല്ല അച്ഛ, ഇവിടുത്തെ പാറ്റയ്ക്ക് ഭയങ്കര വിഷമാണ്, ഈ സിറ്റിയിലൊക്കെ വരുന്ന പാറ്റയ്ക്ക്. അപ്പം എന്നെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു. ആണോ? അതെ, അത് പാറ്റ മരുമോനെ, അങ്ങനെ ഒരു പാറ്റ. അതിനെ എനിക്കൊന്ന് കാണണമല്ലോ അങ്ങനെയാണെങ്കിൽ. അല്ല, ആ പാറ്റ ഞാൻ അടിച്ചോടിച്ച് വിട്ടു. ഇനി വരുവാണെങ്കിൽ ഞാൻ ഒരു കുപ്പിയിലെടുത്ത് വെക്കാം അച്ഛനെ കാണാൻ വേണ്ടി. അത് കാണണം. എന്തായിരുന്നാലും ഞാൻ കണ്ടിട്ടേ പോകണുള്ളൂ. മക്കളെ, നീ പേടിക്കാതെ. അങ്ങനെ ഒരു പാറ്റ ഇവിടെ ഉണ്ടെങ്കിൽ, എത്ര പാറ്റ ഉണ്ടെങ്കിലും അച്ഛൻ മൊത്തത്തിനെ കൊന്നിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. കേട്ടാ? കേട്ടാ വരുമാനെ? അച്ഛൻ അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ? അച്ഛനൊന്നും വേണ്ട മക്കളെ. അച്ഛൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ ഇട്ട് വയ്ക്കാം. ഒന്നും വേണ്ട മക്കളെ, ഒരു കാര്യം ചെയ്യും. നല്ല മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, കുറച്ച് നേരം പോയി കിടക്കും. ഓ ശരി. ഇവനെ എവിടെ കൊണ്ട് വെച്ചിരിക്കുമെന്തോ? നിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്റെ റൂമിലോട്ടാ? അങ്ങോട്ടല്ലേ പച്ചൻ പോയത്? അതെ. എന്താ ദൈവമേ. അല്ല, നിങ്ങളൊക്കെ ആര്? ഞങ്ങൾ അബിയുടെ ഫ്രണ്ട്സ്. ഞാൻ രാഹുൽ, രജീവി. ശരി, ഇവിടെ എന്ത്? അവരോട് ഇരിക്കാൻ പറഞ്ഞത്. ആര്? അബിയോ? നിങ്ങളുടെ പണി കഴിഞ്ഞില്ലടാ? എന്ത് പണി മോന്? അത് ഇവിടുത്തെ അച്ഛാ, ഈ സ്വിച്ചിനൊക്കെ എന്തോ ഒരു കംപ്ലൈൻറ്റ്.
ലൂസ് കണക്ഷനാന്ന് തോന്നുന്നു. അപ്പം നോക്കാൻ വന്ന ആൾക്കാരാ, ഇലക്ട്രീഷ്യന്മാരെ. ഓ ഇലക്ട്രീഷ്യന്മാരായിരുന്നാ? അതെ അതെ, ഞങ്ങൾ 2 ഇലക്ട്രീഷ്യന്മാരാണ്. അല്ല മോനെ, അത് ഡോക്ടറല്ലേ? അന്ന് മഹി തല ചുറ്റി വീഴുന്നപ്പോൾ മഹിയെ നോക്കാൻ വന്ന ഡോക്ടർ. ഭയങ്കര ഓർമ്മശക്തിയാ. അത് ഡോക്ടർ വിശാല്. ഇത് അവന്റെ ട്വിൻ ബ്രദറാണ് രാഹുൽ. ഇവ ഇലക്ട്രീഷ്യൻ. പക്ഷെ കണ്ട ഒരേപോലെ ഇരിക്കുന്നത്. അതാണ്, അതുപോലെ ഇരിക്കുന്നു. ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടാ. എന്റെ അന്വേഷണം പറയണം കേട്ടോ. എന്നാലും ഇത് എന്തൊരു അതിശയം, ഒരുപോലെ തന്നെ. അതല്ല ട്വിൻസ് എന്ന് പറയുന്നത്. എന്തൊരു ട്വിങ്സ് ആയിരുന്നാലും കൊള്ളാം. ഒരു കൊലയിലെ തേങ്ങ പോലെ തന്നെ. ഒരെണ്ണം ബാഡ്, ഒരെണ്ണം നല്ലത്. ഒരുത്തൻ ഡോക്ടർ, ഒരുത്തൻ ഇലക്ട്രീഷ്യൻ. എന്തായാലും കൊള്ളാം, പണി കിടക്കട്ടെ. കണ്ടുപിടിച്ചോ കംപ്ലൈൻ്റ് ഒക്കെ എന്താണെന്ന്? ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആണോ? അല്ല ടൂൾസ് ഒന്നുമില്ലേ? ടൂൾസ് എടുക്കാൻ മറന്നുപോയി. ടൂൾസ് എടുക്കാൻ മറന്നുപോയോ? ഞങ്ങൾ ആദ്യം വന്ന് കംപ്ലൈന്റ് ഒക്കെ നോക്കി വെക്കും, എന്നിട്ട് പിന്നെ വന്നിട്ട് ശരി, എന്തിരുന്നാലും ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ടൂൾസ് എപ്പോഴും കൊണ്ട് കിടക്കണ്ടേ? അല്ല ഇവന്മാർക്ക് പണി അറിയാച്ചാ തന്നെ മക്കളെ, എന്നാലും ഒരു ടെസ്റ്ററെങ്കിലും ഉണ്ടാവണ്ടേ കയ്യില്? അല്ല ഇവന്മാരെ ആദ്യം വന്ന് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പിന്നെ ടൂൾസുമായിട്ട് വന്നോളൂ. അല്ല അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് എവിടെ പണിക്ക് പോയാലും ടൂൾസ് ഒക്കെ കൊണ്ടുപോകണം, എങ്കിലല്ലേ പണി കൂടുതൽ കിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞ ശരിയാണ്, കറക്റ്റ് കാര്യമാണ്. പിന്നെ അച്ഛനെ ഒരു കാര്യം ചെയ്യും. അച്ഛൻ തൽക്കാലം ആ റൂമിൽ ഇരിക്കാം. കാരണം ഇവിടുത്തെ ഇപ്പം എല്ലാം ഡാമേജ് ആയി കിടക്കുകയല്ലേ. അപ്പം ഇത് ഇവന്മാർ വന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ഈ റൂമിലോട്ട് വരാം. ശരി ശരി. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അന്വേഷണം പറയണം. പറയാം. എനിക്ക് വയ്യ. അതുപോലെ ഒരു കാര്യം പറ്റും. എന്ത് വെച്ചാ? അതെ മക്കളെ, അവന്മാരെ കണ്ടിട്ട് പണി അറിയാമെന്ന് തോന്നുന്നില്ല. ഒരു ടൂൾസ് പോലും ഇല്ലാതാണ് അവന്മാർ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, വല്ല കണക്ഷനും മാറിക്കൊടുത്താൽ വീട് നിന്ന് കത്തും. അതുകൊണ്ട് 10,000 കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്കും. അത് ഞാൻ പറഞ്ഞിട്ടോളാം അച്ഛൻ, കുഴപ്പമില്ല. ഞാൻ നോക്കിക്കോളാം. ശരി, വേണ്ട രീതിയിൽ നോക്കാം. അച്ഛൻ പോന്ന് ഫ്രഷ് ആയിക്കോ. ഞാൻ അത് ഞാൻ നോക്കിക്കോളാം. നീ കേട്ടോ പറഞ്ഞ കേട്ടോ. ശരി. പണിക്ക് വിളിക്കുമ്പോൾ അറിയാന്നുള്ളവരെ വിളിക്കണ്ടേ? ഇവരെ കിട്ടിയുള്ളൂ, പെട്ടെന്നായോണ്ടേ. ശരി ശരി. അവ ഈ കട്ടിലിന്റെ അടിയിലുണ്ട്. എടേ ഒന്ന് തൂക്കിയെടുത്ത് മാറ്റടേ അതിനെ. ഞാൻ വിചാരിച്ച് മൊത്തം പൊളിഞ്ഞു കേട്ടോ. എന്നാലും നീ എന്തിനു പുളുവാണ് അടിക്കുന്നേ? എന്റെ പൊന്നളിയാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുളുവൊക്കെ അടിക്കാനും കുഴപ്പമൊന്നുമില്ല. എടാ എടുത്ത് മാറ്റി, നീ കണക്ക് പറഞ്ഞോണ്ടിരിക്കാതെ. പെട്ടെന്ന് ഇറ. അങ്ങോട്ട് കേട്ടെ. എടീ, ഈ വഴി പോകാൻ പറ്റത്തില്ല. ഈ വഴി പോയി അങ്ങനെ കാണും. ആ വഴി കൊണ്ടുപോവാം. എടാ വാ, എടാ വാ വാ. ഇതിനെന്തിനാ ഇവിടെ കൊണ്ട് കിടത്തിയത്? അകത്തോട്ട് കയറ്റി കിടത്ത്. അല്ല എന്തോ നിന്റെ പ്ലാൻ എന്ത് തോന്നുന്നു? എടേ എവിടെയെങ്കിലും കൊണ്ട് കളാ, വണ്ടിക്ക് കയറ്റിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാ. അളയാ എവിടെയെങ്കിലും കൊണ്ട് കളയാ. ഈ കിടക്കുന്ന പട്ടിയും പൂച്ചയൊന്നും അല്ല. നീ കറക്റ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യും. എന്താണെങ്കിലും ആലോചന കണ്ട് ചെയ്താൽ മതി കേട്ടോ. എടാ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. നമ്മുടെ അച്ഛൻ ഇപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങാം, അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് ബാത്റൂമിലിട്ട് പൂട്ടിയാലോ? ആരെ? പുള്ളിക്കാരനെ. അതാകുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള ടൈം കിട്ടും. മണ്ടത്തരം പറയല എൻ്റെ പൊന്നളി ഈ സമയത്ത്. എടാ എന്നാ നീ പിന്നെ വല്ല ഐഡിയ പറ. എല്ലാം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ആര്? ഞാൻ എന്ത് ചെയ്ത്? നീയല്ല, നിന്റെ ഭാര്യ. അവളെന്തെങ്കിലും ചെയ്ത് ഞാൻ എന്ത് ചെയ്തെന്ന്? അച്ഛന്മാരെ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടോ അത് പറ. എടി ഇവന് ബോധം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യടേ. ഇതൊക്കെ വന്നു കയറാൻ കിട്ടിയ സമയം. എന്തോന്നും എടാ വലിച്ചെടുത്ത് വണ്ടി അകത്താണ് കയറ്റ്. എടാ എവിടെ കൊണ്ട് കളയും? ഭയങ്കര ടെൻഷൻ ആവല്ലേ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഈ ബോധമില്ലാത്തവരെ കൊണ്ട് കളയാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. എവിടെ? ബീവറേജിന്റെ സൈഡിലാണ്. അപ്പൊ അവിടെ ഇല്ലാത്ത മൊത്തം ബോധമില്ലാത്തവരല്ലേ. അത് നല്ല ഐഡിയ കളിയാ. ഒരു കാര്യം ചെയ്യും, തൂക്കിയെടുത്ത് വണ്ടി കയറ്റി എന്നിട്ട് കൊണ്ട് കളപ്പോ. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ എങ്ങനെ വരും? അവളെ അച്ഛനൊക്കെ വന്നിരിക്കില്ല. അതുമല്ല അവളെന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ കുളം വെക്കും. എന്നാ നീ ഒരു 4 ബിയറിന്റെ പൈസ തന്നെ. നിനക്കൊക്കെ ഇതിനിടയ്ക്ക് ബിയറും കുടിക്കണമല്ലേ? അതിനല്ലെന്ന്. പിന്നെ ഇവൻ ബിയർ വാങ്ങാൻ ബിയറേജിൽ കയറത്തില്ലേ? ആ സമയത്ത് ഞാൻ ഇവനെ എവിടെയെങ്കിലും സൈഡിലോട്ടങ്ങ് ഒതുക്കാം. അതല്ലേ അത് നല്ല ഐഡിയ, നല്ല ഐഡിയ.
എടാ ഇതിനോട് ചേട്ടാ 1000 പൈസ ഒന്ന് നോക്കാടാ. ഫ്രണ്ട് ബാക്കിലോട്ട് നീ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടാ. അങ്ങനെ അന്ന് രാവിലെ ഇപ്പൊ ഇതിലാണ് കയറ്റിയാൽ മതി. പെട്ടെന്നടാ കാല് വിളി. എടാ വിട്ടോ വിട്ടോ വിട്ടോ. അപ്പൊ ശരി. ഓ അളിയാ പെട്ടെന്നൊരു കണ്ട നീ എപ്പോഴും അപമാനിച്ച് വിടുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ വയ്ക്കാനായിട്ട്. എൻ്റെ അച്ഛൻ കുളിച്ചിട്ടിറങ്ങിയ ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറേ കള്ളത്തരം പറഞ്ഞു. അത് നീ കാരണമാണ്. താങ്ക്സ് ഒന്നും വേണ്ട, പോയി ഒരു ചായ ഇട്. ഓ ഇടിപ്പം കൊള്ളാം കേട്ടോ മകളാ. ഡാ മോനെ, നിങ്ങൾ വല്ലപ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ വാടാ. ഇത് എപ്പോഴും നോക്കി ഞാൻ ഇങ്ങോട്ടല്ലേ വരണത്. ഒരു ദിവസം ലീവ് എടുത്ത് വാ, വീട്ടിലേക്ക് നിന്നാലേ അതിൻ്റെ ഒരു സന്തോഷം അറിയാൻ പറ്റുള്ളൂ. എപ്പോഴും ജോലി നടന്നാൽ വരാം അച്ഛാ. അബി ഒന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് ഒരു ദിവസം വരാം. മോനെ അബി, ജീവിതത്തിൽ സമ്പാദ്യം മാത്രം പോരാ, ആ സമ്പാദിക്കുന്നത് ആസ്വദിക്കൂടെ വേണം. നിങ്ങൾ ഈ രാവിലെ മുതൽ ഇരുട്ടുന്നവരെ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്നിട്ട് എന്നാണ് ഇതൊക്കെ ആസ്വദിക്കാൻ പോണത്? ഒക്കെ ശരിയാവും അച്ഛാ. ശരിയാവണം. ട്ടാ മോനെ, ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കണം, അല്ലാതെ സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കരുത്. മനസ്സിലായ? മനസ്സിലായ അച്ഛാ. അല്ല ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അടുത്ത് തന്നെ. കാരണം ഇവിടെ നിന്ന് കുറേ ഇപ്പം ബോറടിച്ചു തുടങ്ങിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ വാ, നമുക്ക് അവിടെ അങ്ങ് അടിച്ച് പൊളിക്കാം. പിന്നെ നിങ്ങൾക്കാരെങ്കിലും വിരോധികളുണ്ടോ? അല്ല, ഒരുത്ത എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. പേരൊന്നും പറഞ്ഞില്ല, ഒരു അഭ്യുദയകാംക്ഷി എന്ന് മാത്രം പറയും. അഭ്യുദയകാംക്ഷി എന്ന് മാത്രം പറയും. അഭ്യുദയകാംക്ഷി? അതെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ അറിവിൽ അങ്ങനെ ആരും ഇല്ല. ഇല്ല. എന്താ അച്ഛാ ചോദിച്ചത്? ഇല്ല, അയാളെ വിളിച്ചിട്ടേ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളിവിടെ ഡെയിലി വഴക്കാണെന്നാണ് അയാൾ പറഞ്ഞത്. അതുമല്ല, നിങ്ങൾ 2 റൂമിലാണ് താമസം, ഞാൻ വന്ന് നിങ്ങളെ ഉപദേശിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ മക്കളെ? എന്ത് സത്യം? എന്നിട്ട് അച്ഛനൊക്കെ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിക്കുന്നതല്ല, അപ്പോൾ ഒരു വട്ടനെ പോലെയൊക്കെ സംസാരിച്ചു. അയാൾ വല്ല വട്ടനായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ അത് വിശ്വസിച്ചിട്ടോ പറയണ എന്തിനാ? എൻ്റെ മക്കളെ, ഇത് തന്നെ ഞാനും ചോദിച്ചത്, നിനക്ക് വട്ടാണെന്ന്. അപ്പൊ അയാൾ എന്താ പറഞ്ഞു? അപ്പൊ എന്താ അയാൾ കട്ടിയിട്ട് പോയി? അത് ഇത് കണക്ക് ഈ ഞരമ്പള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറെ ഉണ്ട് അച്ഛാ. ഇനി വിളിക്കുവാണെങ്കിൽ അച്ഛനായിട്ട് തെറി കൊടുത്ത് വിട്ടാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ ഡീൽ ചെയ്ത് വിട്ടാൽ മതി. ഇനി അങ്ങനെ ചെയ്യാം. അല്ല, ഇവിടെ നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? അത് തന്നെ എന്ത് പ്രശ്നമാണ് അച്ഛാ? ഞാനും ഇവളും സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? ഇതൊക്കെ ചുമ്മാ ആൾക്കാർ വെറുതെ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അതാണ് മക്കളെ എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാനം കിട്ടും. ഇപ്പം സമാധാനമായി. ഇത് ആ വക്കീലൊപ്പിച്ച പണിയാണ്. കളവായി കാര്യങ്ങൾ ചോദിച്ചറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും വലിയ പണി ഒപ്പിക്കുന്നു ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് ഇച്ചിരി തൂക്കേട് കൂടുതല. അങ്ങനെ എൻ്റെ കിട്ടും, ഞാൻ കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ. നിങ്ങൾ ഫോൺ അടിക്കണേ? എൻ്റെ ഫോണല്ല, അബിയുടെയാണോ? എൻ്റെ അല്ല, അച്ഛൻ്റെ ആയിരിക്കും അച്ഛാ. എൻ്റെ പണിയാടത്തില്ല, മുകളിൽ വെച്ചിരിക്കുന്നു. ആരാണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ അടിക്കുന്നില്ലേ? അത്
നേരത്തെ ഒരുത്തൻ വന്നില്ലായിരുന്നു അച്ഛാ, ജിബി, നമ്മളെ ഇലക്ട്രീഷ്യൻ ആയിട്ട് വന്ന ജിബിൻ, അവന്റെ ഫോണായിരിക്കും. ഇലക്ട്രീഷ്യൻ്റെ ഫോൺ. ശരി, ഇതെങ്ങനെയാണ് ഇതിൻ്റെ അടിയിൽ വരണത്? അല്ല, അത് നേരത്തെ വന്നിട്ട് വെച്ചിട്ട് പോയതായിരിക്കാം. മറന്നു വെച്ചിട്ട് പോയതായിരിക്കും ചിലപ്പോൾ. ശരി, മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. അതെങ്ങനെ ഇതിൻ്റെ അടിയിൽ കൊണ്ട് മറന്നു വെച്ചിട്ട് പോകണമാണ് ചോദിച്ചത്. അല്ല, അത് വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് കാണാം, ചിലപ്പോൾ അവിടെ ആയിപ്പോയതായിരിക്കും. വീണ്ടും വിളിക്കുന്നു. അല്ല, അത് കട്ട് ചെയ്തേക്കാ, കുഴപ്പമില്ല. അത് അവൻ്റെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. അതെ, ചിലപ്പോൾ ആ പയ്യനായിരിക്കും. അവൻ ഫോൺ കാണാത്തോണ്ട് വിഷമത്തിരിക്കുക, വിളിച്ച് ചോദിക്കാം. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ എടുത്ത് പറയാം, നമ്മളതിൽ ഉണ്ടെന്ന് പറയാം. അല്ല, വേണ്ട. ഹലോ, ഇവൻ നിന്റെ ആരെന്ന് പറഞ്ഞേ? ഫ്രണ്ടാണ്. ഫ്രണ്ട്. ശരി. അല്ല, എന്തിട്ട് ചെയ്യാ? ഇല്ല, ഒന്നും പറ്റില്ല. അപ്പം ഇങ്ങ് വരട്ടെ, വരുമ്പം പറയാം. അല്ല, അത് എൻ്റെ ഫ്രണ്ടല്ലേ? ആ. അല്ലച്ചാ, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അവൻ വരട്ടെ, വരുമ്പം പറയാം. അല്ല മക്കളെ, നീ എന്തിനീ കാറൊക്കെ അവന്മാരെ കൊടുത്തയച്ചത്? അതച്ചാ, അവന്മാർക്കൊരു അത്യാവശ്യമായിട്ട് അടുത്തുവരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു വിട്ടതാ. അങ്ങനെയൊന്നും കൊടുക്കല്ല മക്കളെ. നമ്മളെ വണ്ടി ആർക്കും കൊടുക്കാൻ പാടില്ല. കാലം കെട്ട് കിടക്കുകയാണ്. അവന്മാർ ആ വണ്ടിയിൽ എന്തൊക്കെ തരിട കാണിക്കുന്ന ആർക്കൊക്കെ അറിയാം. കാര്യം പറ. വരട്ടെ, ഇപ്പോൾ വരുമല്ലോ അവന്മാർ. ആ, ഇതാരടാ ജിബി? ഞാനങ്ങളെ നിനക്ക് കഞ്ചാവിന്റെ കച്ചവടം ഉണ്ടല്ലോ? കഞ്ചാവ് കേട്ടിട്ടില്ല? നിന്റെ ഫോണല്ലടാ. ഈ ഫോണ് ഇവ ഇവിടെ വച്ചിട്ട് പോയോണ്ട് നിന്റെ തനി ഗുണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കഞ്ചാവിന്റെ വിസ്തരുണ്ടല്ലേ? ഞാൻ അങ്ങനത്തെ നീ എങ്ങനത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലായടാ. ഇനി മേലെ ഈ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോലെ പൊന്നു മോനെ, ഇവനെ പോലുള്ളവർ ഇനി വണ്ടി കൊടുക്കരുത്. ഇവന്മാര് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കഞ്ചാവും കിടത്തും, വേണമെങ്കിൽ ആളെയും കിടത്തും. കേട്ടല്ലേ? നിന്റെ ഫോണിലടാ, പിഴയുടെ അങ്ങോട്ട് ഫോണ്. പിന്നെ നിന്റെ പറയുന്നുണ്ട് കേട്ടാ ചേട്ടനെ കാണുമ്പോ. എന്ത് നിക്കണേ? പോടാ. നിന്നെ സഹായിച്ചതിന് നല്ലപോലെ കിട്ടി. സോറി അടിയാ, ഇത് മറ്റവൻ്റെ ഫോണാണ്. അപ്പം വേറെ അവൻ പേര് കേട്ടപ്പോൾ ഞാൻ നിന്റെ പേര് പറഞ്ഞു. ചേട്ടാ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചെയ്തെന്ന എല്ലാ ഉപകാരങ്ങൾക്കും. അതൊന്നും സാരമില്ല മഹി, ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾ കണ്ടാ, ഇതാണ് പറയുന്നത്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. പാവം, ഒരു ദിവസം വരെ വിളിച്ച് ട്രീറ്റ് കൊടുക്കണം. നിൻ്റെ അച്ഛൻ പോയിട്ട് വന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഈടെ ട്രീറ്റ് ആയിരിക്കും കിട്ടുന്നത്.